2020 ലോകകപ്പിൽ ഇന്ത്യ പാക് പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. അല്പസമയത്തിനകം കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. രോഗമുക്തനായ അഭിഷേക് ശർമ്മ ടീമിൽ തിരിച്ചെത്തിയേക്കും. അങ്ങനെയെങ്കിൽ സഞ്ജു സാംസണ് പുറത്തിരിക്കേണ്ടി വരും. ജയേഷ് പുക്കോട്ടൂരാണ് ചെയ്തത്. ജയേഷ്, കളിക്ക് തൊട്ടു മുൻപും മഴയുണ്ടാകുമെന്നായിരുന്നു പ്രവചനം. എന്താണിപ്പോൾ നിലവിലെ കാലാവസ്ഥ? റൺമഴ ഒഴുകുമോ അതോ മഴ പെയ്യുമോ? വിനിത, മഴ ഭീഷണി തൽക്കാലം മാറിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മഴ കൊളംബോയിൽ ഇല്ല. മാത്രമല്ല, ഹനുമാൻ കെന്യന്റെ അടക്കം സംഗീത പരിപാടികൾ അതേ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. കൃത്യം 6:30 തന്നെ ടോസ് വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ ടീമിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ആരാധകർ വലിയ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് 5 സ്പിന്നർമാരുമായി കളിക്കുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യ 4 സ്പിന്നർമാരെ ഇറക്കിയേക്കുമെന്നുള്ള സൂചനകളാണ് മത്സരത്തിന് തൊട്ടുമുമ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അക്ഷർ പട്ടേലും വരുൺ ചക്രവർത്തിയും അടക്കം 2 സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരുമായിട്ടാണ് ഇന്ത്യ ഇതുവരെ കളിച്ചത്. എന്നാൽ വാഷിംഗ്ടൺ സുന്ദറിനെയും കുൽദീപ് യാദവിനെയും ഈ മത്സരത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അർഷ്ദീപ് സിംഗിനെയും ഒപ്പം തന്നെ റിങ്കു സിംഗിനെയും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒപ്പം തന്നെ നമീബിയക്കെതിരെ കളിക്കാതിരുന്ന അഭിഷേക് ശർമ്മ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട്. അഭിഷേക് വരുമ്പോൾ അന്ന് ഓപ്പണറായി കളിച്ചിരുന്ന മലയാളി താരം സഞ്ജു സാംസൺ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകും. അങ്ങനെ അത്തരത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ചേഞ്ചസുകളാണ് ഇന്ത്യ വരുത്തുക എന്നുള്ള ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. ഒപ്പം തന്നെ പാക് താരങ്ങൾക്ക് കൈകൊടുക്കുമോ എന്നുള്ള ഒരു സംഭവം കൂടി എവിടെയുണ്ട്. സൂര്യകുമാർ യാദവിനോട് പ്രസ് കോൺഫറൻസ് സംസാരിച്ചപ്പോൾ കാത്തിരുന്ന് കാണൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതിന് 15 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. കൃത്യം 6:30 തന്നെ ടോസ് വരും. വിനിത, ശരി, നമുക്ക് ടോസ് വീഴുമ്പോൾ അതിലേക്ക് എത്താം. ജയേഷ് പുക്കോട്ടൂരാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.